ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ചെറുതും വലുതുമായ ഉത്തരവാദിത്വങ്ങൾ ചുമലിൽ വഹിക്കുന്നവരാണ് നാം എല്ലാവരും. നമ്മുടെ അധീനതയിൽ ഏൽപ്പിച്ചിരിക്കുന്നവയോട് എപ്രകാരമുള്ള മനോഭാവമാണ് പുലർത്തേണ്ടത് എന്ന് ലൗദാത്തോ സിയിലൂടെ ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യം ഉണ്ടായിരിക്കട്ടെ എന്ന അനുഗ്രഹത്തോടു കൂടെയാണ് ആദ്യ മനുഷ്യന് ദൈവം ഏദൻ തോട്ടം നൽകിയത്. എന്നാൽ പ്രപഞ്ചത്തിന്റെ മേലുള്ള ഈ ആധിപത്യം ഉത്തരവാദിത്വ ബോധമുള്ള കാര്യസ്ഥതയുടെ അർത്ഥത്തിൽ കൂടുതൽ ഉചിതമായി മനസ്സിലാക്കണം എന്ന് ഫ്രാൻസിസ് പാപ്പ പഠിപ്പിക്കുന്നു. മനുഷ്യ വ്യക്തികളെ കുറിച്ചുള്ള ക്രൈസ്തവ സഭയുടെ പഠനങ്ങൾ വേണ്ടവിധം മനസ്സിലാക്കാതെ പോകുന്നതിലൂടെ പ്രകൃതി സംരക്ഷണം എന്നത് ദുർബല ഹൃദയർ മാത്രം ശ്രദ്ധിക്കുന്ന എന്തോ ആണെന്ന തെറ്റിദ്ധാരണ നൽകിയിട്ടുണ്ട്. ഒരറ്റത്ത് താണതരം ജീവികളിൽ നൈസർഗിക മൂല്യം ഒന്നും കാണാതെ ഉപയോഗിക്കാവുന്ന ഒരു വസ്തുവായി മാത്രം കണക്കാക്കുന്ന പ്രവണതയുള്ളപ്പോൾ, അങ്ങേയറ്റത്ത് മനുഷ്യ വ്യക്തികളിൽ പ്രത്യേക മൂല്യം കാണാതെ മറ്റുള്ളവയുടെ കൂട്ടത്തിൽ കേവലം ഒരു ജീവിയായി മാത്രം കാണുന്ന ഒരിരട്ട വ്യക്തിത്വം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ മറ്റ് സൃഷ്ടികളെക്കാൾ ഉപരിയായി മനുഷ്യ വ്യക്തികൾക്ക് ഒരു സവിശേഷ മഹത്വമുള്ളതായി ക്രൈസ്തവ ചിന്ത കാണുന്നു. ഈ ലോകത്തിൽ തങ്ങളുടെ യഥാർത്ഥ സ്ഥാനം കണ്ടെത്തുന്നതിൽ മനുഷ്യർ പരാജയപ്പെടുമ്പോൾ അവർ തങ്ങൾക്ക് തന്നെ എതിരായി പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. ഒരു മനുഷ്യ ഭ്രൂണത്തിന്റെ സാന്നിധ്യം അസുഖകരവും വൈഷമ്യങ്ങൾ സൃഷ്ടിക്കുന്നതുമായിരിക്കുമ്പോൾ പോലും അതിനെ സംരക്ഷിക്കുന്നതിൽ നാം പരാജയപ്പെടുകയാണെങ്കിൽ ആക്രമണ വിധേയമാകുന്ന ഇതര ജീവികളെ കുറിച്ചുള്ള നമ്മുടെ ഉത്കണ്ഠയുടെ പ്രാധാന്യം ആത്മാർത്ഥമായി പഠിപ്പിക്കാൻ നമുക്കെങ്ങനെ കഴിയും? നിർബന്ധിത ജോലി അടിച്ചേൽപ്പിക്കുന്നതും കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതും നമ്മുടെ താല്പര്യങ്ങൾക്ക് ഇനി ഉതകാത്ത വയോധികരെ ഉപേക്ഷിക്കുന്നതും ഉൾപ്പെടെ മനുഷ്യക്കടത്ത്, സംഘടിത കുറ്റകൃത്യങ്ങൾ, മയക്കുമരുന്ന് വ്യാപാരം, അനധികൃത ഖനനം, രോമത്തിനും തോലിനും വേണ്ടി വംശനാശം നേരിടുന്ന ജീവികളുടെ നേരെയുള്ള ആക്രമണം എന്നിവയൊക്കെ വികലമായ ഒരു സമൂഹ മനസ്ഥിതിയുടെ ചിതറിയ ചിത്രങ്ങളാണ്. നമുക്കൊന്ന് ചിന്തിക്കാം. എന്റെ ചുറ്റുപാടുമുള്ള പ്രകൃതിയോടും എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന മനുഷ്യരോടുമുള്ള എന്റെ മനോഭാവം എന്താണ്? എനിക്ക് ആവശ്യമില്ലാത്തവരെയും ഉപയോഗമില്ലാത്തവയെയും ഞാൻ ബഹുമാനിക്കുന്നുണ്ടോ? അതോ എന്റെ ആവശ്യം കാണാൻ വേണ്ടിയുള്ള പാഴ് വസ്തുക്കളായി മാത്രമാണോ ഞാൻ മനുഷ്യരെയും പ്രകൃതിയെയും കാണുന്നത്? സ്നേഹിക്കാനും ബഹുമാനിക്കാനും പരിപാലിക്കാനും ക്രിസ്തുവിന്റെ നല്ല ആത്മാവ് നമ്മെ പഠിപ്പിക്കട്ടെ. ആമേൻ.